നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിറ്റുവേഷൻ, ഡെഡ് ലോക്ക് സിറ്റുവേഷൻ. സോ ഇത് ഡെഡ് ലോക്ക് സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും വെയിറ്റിംഗിലായിരിക്കും. ഒരു പ്രോസസ്സിനും പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ലോക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? അതുപോലെ നെസറി കണ്ടീഷൻസ് ഫോർ ദ ഡെഡ് ലോക്ക് ടു ഒക്കർ. ഡെഡ് ലോക്ക് ഉണ്ടാവണമെങ്കിൽ വേണ്ട എന്തൊക്കെ കണ്ടീഷൻ? 4 കണ്ടീഷൻസ് ആണ്. അത് 4ഉം സൈമിൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഡെഡ് ലോക്ക് ഉണ്ടാവുന്നത്. ഡെഡ് ലോക്കിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻ എ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റ് സെവറൽ പ്രോസസ് may compete for finite number of resources. A process requires resources. If the resources are not available at that time, the process waiting സ്റ്റേജിലേക്ക് പോകും. So in waiting in a never ending ആയിട്ട് again able to change the state because the resources it has requested are held by other waiting process. ഇതിനൊരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഫിഗറിൽ P1 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ്, ഇതിന് ഒരു റിസോഴ്സ് ഇത് അക്വയർ ചെയ്തിട്ടുണ്ട്, R1 എന്ന് പറഞ്ഞ റിസോഴ്സ്. പക്ഷെ ഈ പ്രോസസ്സിന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 റിസോഴ്സസ് വേണം, R2 കൂടി വേണം. പക്ഷെ R2നെ P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ P1ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ R2 കൂടി കിട്ടണം. അപ്പൊ P1 കംപ്ലീറ്റ് P2 കംപ്ലീറ്റ് ആവണമെങ്കിൽ P2ന് 2 റിസോഴ്സസ് വേണം, R1 എന്ന് പറഞ്ഞ റിസോഴ്സും കൂടി P2ന് വേണം. അപ്പൊ P2 കംപ്ലീറ്റ് ആവണമെങ്കിൽ R1 വേണം, R2 ഓൾറെഡി ഉണ്ട്, R1 is held by the P1. P1 കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ്? R1 R2 വേണം. അതിൽ R1 ഓൾറെഡി ഉണ്ട്, പക്ഷെ R2 P2 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? 2 പ്രോസസ് P1ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ P2 R2നെ റിലീസ് ചെയ്താൽ മാത്രമാണ് P1ന് കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ P1 R1നെ റിലീസ് ചെയ്താലാണ് P2ന് 2 യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരും കംപ്ലീറ്റ് ആവാണ്ട് ഇങ്ങനെ ആരാണ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ഇപ്പൊ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ, 2 പ്രോസസ്സിനും പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ട്രാഫിക് ജാമിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണത്. ഇപ്പൊ ഇവിടെ ഒരു ട്രാഫിക് ജാം ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ 2 കാറുകൾ നോക്കാം. ഈ 2 കാറുകൾക്ക് പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ ഫ്രണ്ടിൽ ഇവിടെ 2 കാറുകൾ, ഇത് പോയാലാണ് ഈ 2 കാറുകൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിന് പോകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഫ്രണ്ടിൽ എടുക്കുന്ന ഈ കാറ് പോകണം, എന്നാലാണ് ഈ 2 കാറുകൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇവർക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ കാറുകൾ മൂവ് ചെയ്യണം, എന്നാലാണ് അതിന് പോകാൻ പറ്റും. ഇവർക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഇത് മൂവ് ചെയ്യണം. അപ്പൊ ഇതിവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു സർക്കിൾ പോലെ തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു സർക്കുലർ ഒരു വെയിറ്റ് വരാണ് ഇവിടെ. അപ്പൊ അതിനെയാണ് ഡെഡ് ലോക്ക് എന്ന്, അങ്ങനെയാണ് ഇവിടെ ഡെഡ് ലോക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെയാണ് പ്രോസസ്സുകളുടെ കേസിലും വെയിറ്റ് വരുന്നത്. അപ്പൊ പ്രോസസ്സിന്റെ കേസിൽ 4 കണ്ടീഷൻ, നെസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് ടു ഒക്കർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് എ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് ഡെഡ് ലോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one resource must be held in a non-shareable mode. Only one process at a time can use the resource. ഒരു റിസോഴ്സ്, ഇപ്പോൾ ഒരു പ്രിന്റർ ആണെങ്കിൽ ഒരു പ്രോസസ്സിന് മാത്രമാണ് അറ്റ് എ ടൈം പ്രിന്ററിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലാണ് ഡെഡ് ലോക്ക് ഉണ്ടാവുള്ളൂ. ദറ്റ് ഇസ് വൺ ഓഫ് ദ കണ്ടീഷൻ. അടുത്ത ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സും ഓരോ റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വൺ റിസോഴ്സ് അറ്റ്ലീസ്റ്റ് ആൻഡ് വെയിറ്റിംഗ് ടു അക്വയർ അഡീഷണൽ റിസോഴ്സസ്. അപ്പൊ P1 എന്ന് പറയുന്നത് R1നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. P2 ആരെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു? R2നെ ഹോൾഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് R1 കിട്ടാനായിട്ട്. P1 R1നെ ഹോൾഡ് ചെയ്തിട്ട് R2 കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഹോൾഡ് ആൻഡ് വെയിറ്റ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലാണ് ഡെഡ് ലോക്ക് ഉണ്ടാവുന്നത്. ഒരു പ്ലേറ്റും സ്പൂണിന്റെ വിചാരിക്കും. ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പ്ലേറ്റും സ്പൂണും വേണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണത്. പ്ലേറ്റ് സ്പൂണും വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? പ്ലേറ്റ് നമുക്ക് കിട്ടി, അപ്പം സ്പൂൺ കിട്ടിയിട്ടില്ല. അപ്പൊ സ്പൂണിന് വേണ്ടി നമ്മൾ പ്ലേറ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്പൂണിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഹോൾഡ് ആൻഡ് വെയിറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം ഡെഡ് ലോക്ക് വരണമെങ്കിൽ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നോ പ്രിയംഷൻ. പ്രിയംഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സും, P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് റിസോഴ്സസ് കനോട്ട് ബി പ്രിയംപ്റ്റഡ്. ഒരു പ്രോസസ്സ് അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യേണ്ടത് അത് റിമൂവ് ചെയ്ത് പോകണില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ P1ന് R1 എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ട്, P2ന് ഏത് റിസോഴ്സ് ഉണ്ട്? R2 എന്ന് പറഞ്ഞ P2ന് R2 എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ട്. അപ്പോ P1ന് പക്ഷെ P1 കംപ്ലീറ്റ് ആവണമെങ്കിൽ R1 കൂടി കിട്ടിയാലേ കംപ്ലീറ്റ് ആവുള്ളൂ. R1 എന്ന് പറഞ്ഞ റിസോഴ്സ് കിട്ടിയാലേ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ P2
R2 കിട്ടിയാലാണ് P1 കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ P2 R2 കൊടുക്കണില്ല. P2 അത് ഫിനിഷ് ചെയ്യാണ്ട് R2 കൊടുക്കുന്നില്ല. അപ്പൊ അതിനെയാണ് നോ പ്രിയംഷൻ എന്ന് പറയുന്നത്. അതാണ് അടുത്ത ഡെഡ്ലോക്ക് ഉണ്ടാവാൻ വേണ്ട നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ. അടുത്ത് സർക്കുലർ ഫോമിലുള്ള വെയിറ്റ് ആയിരിക്കണം. അതായത് സപ്പോസ് ഇപ്പൊ P0 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് P1 കംപ്ലീറ്റ് ചെയ്താലാണ് P0 കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. P0 P1 വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് P2 കംപ്ലീറ്റ് ചെയ്താലേ P1 കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അത് P2 വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷൻ മാത്രമാണെങ്കിൽ സർക്കുലർ ഒന്നില്ല, നോർമൽ ലീനിയർ പോലെയാണ്. അപ്പൊ ഇത് ഡെഡ് ലോക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്, വൺസ് P2 ഗെറ്റ്സ് കംപ്ലീറ്റഡ് P1 എന്തായാലും കംപ്ലീറ്റ് ആവും, പിന്നെ P0 കംപ്ലീറ്റ് ആവും. പക്ഷെ ഇങ്ങനെയാണ് വിചാരിക്കും, P2 P0 കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സർക്കുലർ വെയിറ്റ് വരുന്നത്. ഇപ്പൊ ഒന്നും ചെയ്യാനായിട്ട് ഒരു പ്രോസസ്സിനും കംപ്ലീറ്റ് ആവാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ദർ ഇസ് സർക്കുലർ വെയിറ്റ് ആണ് ഇത് വരുന്നത്. ഈ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡെഡ് ലോക്കിന്റെ ഡെഫിനിഷൻ എന്താണ്. ഡെഡ് ലോക്ക് ഹാപ്പൻ ചെയ്യാൻ വേണ്ട നെസസറി ആയിട്ടുള്ള 4 കണ്ടീഷൻസ് ഏതൊക്കെയാണ് ഡെഡ് ലോക്ക് ടു ഹാപ്പൻ.